കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഈ വർഷത്തെ കാലാവർഷ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് സംസ്ഥാനത്ത് ഇന്ന് രേഖപ്പെടുത്തിയത്. ഈ ഗ്രാഫ് നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ഉയർന്ന മഴയാണ് ഇന്ന് ലഭിച്ചത്. മുൻപ് ജൂൺ 9-ാം തീയതിയായിരുന്നു ഏറ്റവും ഉയർന്ന ഒരു മഴ ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇന്നാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ന് തന്നെ വളാംതോട്, കാപ്പിക്കളം, നിരവിൽപ്പുഴ, ടാറ്റാമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. 234 mm മഴയാണ് വളാംതോട് മാത്രം ഇന്ന് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ കിടങ്ങൂർ, താലമല പോലുള്ള കോട്ടയം ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഇന്ന് ഉയർന്ന മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും കുറവ് മഴയാണ് ഈ വർഷം കാലവർഷത്തിൽ നമുക്ക് ലഭിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി റെഡ് അലേർട്ടുകൾ നിലനിന്നിരുന്നു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ കേരളത്തിലെ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ആ ഒരു ഗ്രാഫാണിതിൽ. കൃത്യമായി എല്ലാ ജില്ലകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുള്ളത്. ഒപ്പം കോഴിക്കോട്, അതുപോലെയുള്ള തൃശ്ശൂരിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് കാര്യമായി വർദ്ധിച്ചിട്ടില്ല, ഉയർന്നിട്ടില്ല. പക്ഷേ മറ്റെല്ലാ ജില്ലകളിലും കേരളത്തിലെ ഒരു പൊതു ചിത്രം എടുക്കുമ്പോൾ എല്ലാ ജില്ലകളിലും ജലനിരപ്പ് എല്ലാ നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നൊരു കണക്കാണുള്ളത്. എന്തായാലും ഇങ്ങനെയാണ് സംസ്ഥാനത്തെ മഴയുടെ ഒരു കണക്ക്. ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിൽ, മലയോര പ്രദേശത്തെ ചിലയിടങ്ങളിൽ യാത്രാ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാമുകൾ തുറന്നിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കടൽ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാൽ അതിതീവ്ര മഴയുണ്ടാകും വരും ദിവസങ്ങളിൽ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ 2.9 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കൂടി മുന്നറിയിപ്പുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.